ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വച്ച് നടൻ ജയസൂര്യ ലൈംഗികാതിക്രമം കാണിച്ചെന്ന കേസിൽ പരാതിക്കാരിയായ നടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. 2013 തൊടുപുഴയിൽ ചിത്രീകരിച്ച പിഗ്മാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ലൈംഗികാതിക്രമം കാണിച്ചുവെന്നതായിരുന്നു നടിയുടെ പരാതി. അതിക്രമം നടന്നുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നടിയെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് നടി മൊഴി നൽകിയത്. തുടർന്ന് പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പോലീസ് വീഡിയോയിലും പകർത്തി. ജയസൂര്യക്കെതിരായ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. 2013 തൊടുപുഴയിൽ ചിത്രീകരിച്ച പിഗ്മാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി. ജയസൂര്യയെ കടന്നു പിടിച്ചെന്നാണ് നടി അന്വേഷണ ചുമതലയുള്ള IG ജി പൂങ്കുഴലിക്ക് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് കേസെടുത്തത്. കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പരാതിക്കാരി പറഞ്ഞു. ഒരാൾ കാണാതെയല്ലേ ഒരാൾ വന്ന് പിടിക്കാതെ പബ്ലിക്കായിട്ട് ചെയ്യില്ലല്ലോ. ഉച്ചയ്ക്കല്ല പറയണമെന്നുള്ളതേ ഉള്ളൂ. സ്നേഹത്തിലാണ്. പിന്നെ ഞാൻ മീഡിയ അറ്റൻഡ് ചെയ്യരുത്, ഒന്നാമത്തെ കാര്യം. ഒരു മീഡിയയ്ക്കും ഇനി മീഡിയയോട് സംസാരിക്കരുതെന്നുള്ളൊരു ഇത് ലേഡീസും വിളിക്കുന്നുണ്ട്, ജെൻസും വിളിക്കുന്നുണ്ട്. സ്നേഹത്തിലാണ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മീഡിയ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ മീഡിയ ആണല്ലോ എന്നെ സപ്പോർട്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്ക് മീഡിയയാണ് സപ്പോർട്ടുള്ളത്. തീർച്ചയായിട്ടും മീഡിയ കണ്ടുകൊണ്ടേയിരിക്കും. നേരത്തെ സെക്രട്ടേറിയറ്റിൽ ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജയസൂര്യ കടന്നുപിടിച്ചെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ആദ്യ കേസ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ലൈംഗികാതിക്രമ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.